അവള് മരിച്ച് എൻ്റെ 21-ൻ്റെ അന്ന് അവളെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847. യുവതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ഗൾഫിലുള്ള ഭർത്താവിന്റെ നാട്ടിലെ പരസ്ത്രീ ബന്ധത്തിൽ മനംനൊന്ത ഭാര്യ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ 1 വർഷത്തിന് ശേഷം ഭർത്താവിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന് വഴിത്തിരിവായത് ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്ന് മകൾ കണ്ടെത്തിയ ശബ്ദ സന്ദേശങ്ങൾ. ഏരൂർ മയിലാടുംകുന്ന് ബംഗ്ലാമുകൾ വീട്ടിൽ 36 വയസ്സുള്ള സനു സോമനാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പാണയത്ത് നിന്നും അറസ്റ്റിലായത്. ഗൾഫിലായിരുന്ന ഇയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത്. ഭാര്യ 2 ഏക്കർ മുക്കിൽ അശ്വതി ഭവനിൽ 29 വയസ്സുള്ള അശ്വതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. 2014-ലാണ് സനു സോമനും അശ്വതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. 7 വയസ്സ് പ്രായമുള്ള ഇരട്ട കുട്ടികളാണ് ഇവർക്കുള്ളത്. ഗൾഫിലുള്ള സനു സോമന്റെ നാട്ടിൽ മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതോടെ അശ്വതി വോയിസ് മെസ്സേജിലൂടെ സനുവിനോട് തന്നെ ഉപേക്ഷിക്കരുതെന്നും അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാണെന്നും മറ്റും കരഞ്ഞു പറയുകയുണ്ടായി. എനിക്ക് ആളില്ലാതെ പറ്റത്തില്ലടാ, ഞാൻ എന്താ ചെയ്യണ്ടേട്ടാ, ഒന്ന് പറയൂ. അവളെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പാടെ. എന്തൊരു ഗതികേടാണ്. എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചാൽ പോരാണ് എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ. എന്നെക്കാട്ടി വലുത് അവൾക്ക് എന്താണ്? ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം ചേട്ടനെ ഒഴിച്ച്. സനുവിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നറിഞ്ഞതോടെ തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതിവച്ച ശേഷം അശ്വതി 2024 ഫെബ്രുവരി 16-ന് കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടിയ അശ്വതിയുടെ രക്ഷകർത്താക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അന്ന് പോലീസിന് കേസെടുക്കാനായില്ല. അശ്വതിയുടെ മകൾ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കിട്ടിയ വീഡിയോ കോളുകളും വോയിസ് മെസ്സേജുകളും അശ്വതിയുടെ മാതാപിതാക്കളെയും മറ്റും കേൾപ്പിക്കുകയുണ്ടായി. ഇവയുമായി രക്ഷകർത്താക്കൾ വീണ്ടും പോലീസിനെ സമീപിച്ചതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തി വരവെയാണ് സനുവിനെ ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2024 ഫെബ്രുവരി മാസം 16-ാം തീയതി എൻ്റെ മകള് ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അങ്ങനെ എൻ്റെ ഒന്ന് മീഡിയക്കാരെ എൻ്റെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇങ്ങനെ സംഭവം എന്തുവാണെന്നൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു. അവൻ കുറേ ഇവിടെ കിടന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവൻ മൊബൈലിൻ്റെ പാസ്വേഡ് അഴിഞ്ഞു കിട്ടിയത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഈ സംഭവം എന്നതാണെന്നുള്ളത്. ഇവൻ മുഖാന്തരം ഇവനൊരു പെണ്ണായിട്ട് ബന്ധമുണ്ട്, അവൾക്ക് എന്ത് വേണേലും കൊടുക്കാം, എൻ്റെ സ്വത്തുക്കൾ മൊത്തം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്ത് യാചിക്കുന്ന രംഗമായിരുന്നു അതിനകത്ത് ഉള്ളത്, വോയിസ് കിടക്കുന്നത്. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഏതൊരു സ്റ്റേഷനിൽ ചെന്നിട്ട് വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇതിനെപ്പറ്റി കേസ് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇതിനൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു തിരിഞ്ഞ് അവർ ഒഴിവാക്കി വിട്ട്. അങ്ങനെ ഞാൻ നിയമപ്രകാരം ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് ഇത് അന്വേഷണത്തിന് ഓർഡർ വാങ്ങിച്ച് അങ്ങനെ DYSP ഓഫീസിലേക്ക് കിട്ടി. അവിടുന്ന് അവർ അന്വേഷിച്ച് ഇപ്പം അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് കോടിക്കണക്കിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ DYSPക്കും SI പ്രേംലാൽ സാറിനും എല്ലാവർക്കും കോടി നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അവരാണ് എനിക്ക് ഇത് ഇത്രയും കാണിച്ചത്. ഏത് സ്റ്റേഷനിലെന്ന് വെറും ഇതായിട്ട് എന്നെ വിട്ടത്. കാരണം ചെല്ലുമ്പോഴെല്ലാം പറയാം അങ്ങനെ ഇത് കേസെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ മടയെ ഉടാക്കാണ്. കാരണം ഇത്രയും തെളിവ് ഞാൻ കൊണ്ട് കൊടുത്തിട്ടും അവരത് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പം അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളടുത്ത് ഒരു കാര്യവും നമ്മൾ പറഞ്ഞിരുന്നില്ല. എപ്പോഴും അവരിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു, എടുക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ നമുക്കൊന്നും യാതൊന്നും അറിയത്തില്ലായിരുന്നു. അവൾ മരിച്ച് എൻ്റെ 21-ൻ്റെ അന്ന് അവളെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ കേസ് കൊടുക്കുന്നത്. ഇപ്പം എന്തായാലും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവന് അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണയ്ക്കും മാനസിക പീഡനത്തിനും കേസെടുത്ത ശേഷം പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പുനലൂർ DYSPക്ക് കൈമാറുകയുണ്ടായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.